നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ നിമിഷം പിന്നിടുമ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യം അഥവാ ഇന്ത്യ മുന്നണി. മൂന്നാമതും നരേന്ദ്രമോദി എന്ന ലോക പ്രശസ്ത നേതാവ് ഭാരതത്തിന്റെ അമരത്തേക്ക് വരരുത് എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം എന്ന മുന്നണി രൂപീകരിച്ചത്. ഇതിലൂടെ മോദിയുടെ ബി സർക്കാരിനെ താടിയിറക്കാമെന്ന് കണക്ക് കൂട്ടിയ ബി നേതാക്കൾക്ക് മൊത്തത്തിൽ കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് ബി ചാണക്യനായ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ചേർന്ന് നിമിഷ നേരം കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. അതോടൊപ്പം ഒരു കാര്യം രാഹുൽ ഗാന്ധിയോടും ഇന്ത്യ സഖ്യത്തിനോടും നരേന്ദ്രമോദി പറഞ്ഞു: വെറും 6 മാസത്തിനുള്ളിൽ ഇന്ത്യ മുന്നണിയെ പൊളിച്ചടുക്കിയിരിക്കുമെന്ന് മോദി പറഞ്ഞു. ഇതാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൽ കനത്ത വിള്ളൽ വീണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസുമായിട്ട് ഇനി ഒരു കൂട്ട് വേണ്ട എന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മി ഉൾപ്പെടെ ഇതാ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടു. ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെ നാടുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നിലവിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കടുത്ത തലവേദനയാണ്. പാർലമെന്റിൽ മണ്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന രാഹുലിനെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നത്. കൂടാതെ തന്നെ പ്രതിപക്ഷ മുഖമായ രാഹുലിനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ പാളിയതായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ തെളിഞ്ഞതാണ്. ലോകസഭയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അന്തം വിട്ട് നിൽക്കുന്ന രാഹുലിനെയാണ് പലവട്ടം നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് അറിയാതെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ അധപ്പതനത്തിന്റെ തെളിവ് തന്നെയാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എന്ത് പ്രതിഷേധമാണ് പാർലമെന്റിൽ സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഗതികേടിലാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധി പൂർണ്ണ പരാജയമാണെന്ന് കണ്ടതോടെയാണ് രാഹുലിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും മാറ്റാൻ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടക്കം ഇപ്പോൾ മുറവിളി കൂട്ടിയിരിക്കുന്നത്. പ്രതിപക്ഷ സംഘടന ഞാനാണ് രൂപീകരിച്ചതെന്ന കോൺഗ്രസ് പരാമർശത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അമർഷത്തിലാണ് ഇപ്പോൾ. ബിസിനസ്സുകാരനായ ഗൗതം അദാനിയെ ലക്ഷ്യമിട്ട് രാഹുൽ നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളാണ് പാർലമെന്റ് ഒറ്റപ്പെടുന്ന തലത്തിലേക്ക് കോൺഗ്രസിനെ ചെന്ന് എത്തിച്ചത്. പ്രതിപക്ഷത്തിന്റെ തന്നെ പരാതി ബാഹ്യ ശക്തികളുടെ സ്വാധീനത്തിലാണോ രാഹുൽ നിരന്തരം അദാനിയെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന ചോദ്യം മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ രാഹുലിന്റെ ജോർജ് സോറസ് ബന്ധവും കോൺഗ്രസിന് ലഭിക്കുന്ന ദുരൂഹ വിദേശ ഫണ്ടിങ്ങും ബി എംപിമാർ പുറത്തുവിടുകയും ചെയ്തതാണ് സഭയിൽ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലായിരിക്കുന്നത്. രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. നിരന്തരമായി പാർലമെന്റിൽ അദാനിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുലിന്റെ ഓരോ പ്രവൃത്തിയും സംശയാസ്പദത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ ഓരോ പ്രതിപക്ഷ നേതാക്കളും നോക്കിക്കാണുന്നത്. കൂടാതെ ബി സാമ്പത് റോസ് അടക്കമുള്ള എംപിമാർ ഓരോ ദിവസവും സോണിയാഗാന്ധിയും രാഹുലും ജോർജ് സോറസുമായി, അതായത് അമേരിക്കയിലെ ശതകോടീശ്വരനായ ജോർജ് സോറസുമായുള്ള ബന്ധത്തിന്റെ ഓരോ തെളിവുകളും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ ലോകസഭയിൽ കടന്ന് വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് രാഹുലും പ്രതിപക്ഷം, അതായത് രാഹുലും കോൺഗ്രസും സോണിയാഗാന്ധിയും എത്തിയപ്പോൾ ഇനിയും രാഹുലിനെ താങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു സംസ്ഥാനത്തും പ്രതിപക്ഷത്തിലെ ഒരു പാർട്ടിക്കും പൂർണ്ണമായ അധികാരത്തിലെത്താനോ സീറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യം എത്തുമെന്ന് മനസ്സിലായതോടുകൂടിയാണ് കോൺഗ്രസുമായിട്ട്, അതായത് രാഹുൽ ഗാന്ധിയുമായിട്ടും കോൺഗ്രസ് എന്ന പ്രസ്ഥാനവുമായിട്ട് ഇനി യാതൊരു ബന്ധവും വേണ്ട എന്ന രീതിയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്നും ഓരോ ദിവസവും ഓരോ നിമിഷവും നേരവും ഒരു കർശനമായ ഒരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.